ഇസ്ലാമിലൊരു തിയറി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കേട്ട് കാണും. കാരണം അതിങ്ങനെയാണ് പറയുന്നത്: നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വിധിക്കപ്പെട്ടതല്ല, നിനക്ക് വിധിക്കപ്പെട്ടതൊന്നും നിനക്ക് നഷ്ടപ്പെടുകയുമില്ല. നിനക്ക് വിധിക്കപ്പെട്ടത് നിനക്ക് 7ാം ആകാശത്താണെങ്കിൽ പോലും അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിനക്ക് വിധിക്കപ്പെട്ടതല്ലെങ്കിൽ, നിന്റെ 2 ചുണ്ടുകൾക്കിടയിൽ പോലും ഉള്ളതാണെങ്കിൽ പോലും അത് നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾക്ക് നിസ്കാരാനന്തരം ചൊല്ലുന്ന ഒരു ദിക്ർ കൂടിയാണിത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്ന് പറഞ്ഞ ഒരു ദിക്റുണ്ട്. അത് നമ്മളൊക്കെ നിസ്കാരാനന്തരം നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റാണ്. അതൊരു പക്ഷേ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്: അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവേ, നീ എനിക്ക് വിധിക്കപ്പെട്ടതാണെങ്കിൽ അത് ഈ ദുനിയാവിൽ ഒരാളെ കൊണ്ടും തട്ടിക്കളയാൻ സാധിക്കുകയില്ല. അതല്ല, എനിക്ക് വിധിക്കപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഒരാളെ കൊണ്ടും എനിക്കത് തരാനും സാധിക്കുകയില്ല എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ ഇങ്ങനെ ചൊല്ലിപ്പോവാറുണ്ട്. നമ്മളൊരു ഓളത്തിൽ ഇങ്ങനെ ചൊല്ലിപ്പോവാറുണ്ട് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി മുതൽ ഇത് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലാൻ ശ്രമിക്കുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് നമുക്ക് മാറാനൊക്കെ ഈ ഒരു ദുആ അല്ലെങ്കിൽ ഈ ഒരു ദിക്ർ അർത്ഥം അറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.